ജയറാമേട്ടൻ എങ്ങും പോയിട്ടില്ല, പക്ഷെ ജയറാമേട്ടൻ്റെ ഒരു അടിപൊളി മൂവിയാണ്. മമ്മൂക്ക തൂക്കിയ പടം, മമ്മൂക്ക വിഷയം ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ എൻട്രി ആണ് ഭയങ്കര എൻട്രി പഞ്ചാണ്, അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്ക തൂക്കിയ ആസ് ഓൾവേസ് അടിപൊളി സീനാണ് മോനെ. നല്ല മൂവിയാണ്. ഒരു നല്ലൊരു ഇൻഡസ്ട്രിയിലാണ്. എന്തായാലും തീർന്ന് കാണാനുണ്ട്. ജയറാമിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് മമ്മൂക്ക ഉണ്ട്, അത് എന്തായാലും കാണാനുണ്ട്. എന്തായാലും നല്ല പടം, ത്രില്ലിംഗ് ആണ്. നല്ല പടം ചേട്ടാ. നല്ല പടം, നല്ല സിനിമ. ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവെന്നൊക്കെ പറയാം. ഹീസ് ബാക്ക്. നല്ല പടമായിരുന്നു. നല്ല സിനിമ. അടിപൊളി പടം. അയ്യോ ഒരു രക്ഷയില്ല, രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. We present you the perfect English. WhatsApp now 9633888575. മിഥുൻ മാനുവലിന്റെ മേക്കിങ്ങിലുള്ള ഒരു അതിഗംഭീര മൂവിയാണ്. ചില സൂചനകൾ ക്ലൈമാക്സിൽ കൊടുത്തിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണണം, പക്ഷേ ആൾ സിനിമയിലുണ്ട്. പിന്നെ എൻട്രി ശരിക്കും ഭയങ്കര ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. അത് ഇന്നലെ മുതൽ എല്ലാ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജയറാം ബോഡി ലാംഗ്വേജിൽ കീപ്പ് ചെയ്ത ഒരു വ്യത്യസ്തതയാണ് ഇതിൽ ഭയങ്കര വ്യത്യസ്തം. ആ ഏജ് ശരിക്കും കാണിക്കുന്ന രീതിയിൽ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു വേഷമാണ്. ജയറാമിൻ്റെ ഇതുവരെ കണ്ടിട്ടുള്ളാത്ത രീതിയിലല്ലാത്ത വേറൊരു മുഖമാണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ത്രില്ലിംഗ് എലമെൻറ്റ്സ് ആണ്. പാസ്റ്റ് ആൻഡ് ബാക്ക് കുറച്ച് നമുക്ക് ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും ആ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ ആ പേസിലേക്ക് പടം വന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു മേ ബി ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സൂചനയോടുകൂടിയാണ് പടം അവസാനിക്കുന്നത്. നല്ല പടം, തിരിച്ചുവരവല്ല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു തരത്തിലും നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് ബാധിക്കുന്നില്ല. നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന മിഥുൻ മാനുവൽസിന്റെ മേക്കിങ്ങും സ്റ്റൈലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല പടം തന്നെ. ആർട്ടിസ്റ്റിന്റെ ചാകരയാണ്. അഞ്ചാം പാതിരയുടെ വേറൊരു ലെവലായിട്ട് വരും. ക്ലൈമാക്സ് ഒന്നും പറയാൻ പറ്റില്ല, നമുക്കത് ഫുൾ സസ്പെൻസ് ആണ്. ജയറാമേട്ടന്റെ തിരിച്ചറിവതിനപ്പുറം അടിപൊളിയായിട്ട് അതിന്റെ മേക്കിംഗ്. മിഥുൻ മാനുവൽസിന് നമുക്കെന്താ പറയാ, ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രക്ക് ഗംഭീരമായിട്ട് BGM ഒക്കെ കൂടിയിട്ട് കഥ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ പെർഫോമൻസ് ആണ്. ഈ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തത്. അതായത് ട്വിസ്റ്റ് ഇങ്ങനെ മാറി 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 രണ്ട് കഥ ഒരു കഥയ്ക്ക് ഒരു ഫിലിമിനും കൂടെ ഉള്ളൊരു അടുത്തൊരു സ്കോപ്പും കൂടി ഇട്ടിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമേട്ടന് 2 പടം കിട്ടുന്നതിന് തുല്യമാണ് ഈ ഒറ്റ പടത്തിന് കയറി കിട്ടുന്നത്. നല്ല സ്റ്റഡി ചെയ്ത് നല്ലൊരു സ്റ്റഡി തന്നെ പുള്ളി പടം എടുത്തിരിക്കുന്നത്. മിഥുൻ പടം എടുത്തിരിക്കുന്നത്. അതായത് ജയറാം, സൈജു കുറുപ്പ്, നമ്മുടെ അർജുനോശൻ എല്ലാം അടിപൊളി. ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ബ്രിട്ടീഷ് ഷോളിലെ സൂപ്പർ സ്റ്റാർ കയറി കളം പിടിച്ചു. അടിപൊളി എന്തോ പടം തൂക്കി അവസാനം അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ എൻ്റെയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തിൻ്റെ പ്രതീക്ഷയോടെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല പടം. നല്ല മിഥുൻ മാനുവലിൻ്റെ മറ്റൊരു ക്രൈം ത്രില്ലർ. നല്ല മെഡിക്കൽ ത്രില്ലറാണ്, ത്രൂ ഔട്ട് ത്രില്ലറാണ്. നന്നായിട്ടുണ്ട്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. നന്നായിട്ട് നല്ല തിരിച്ചുവരവാണ്. പുള്ളിയുടെ പുതിയൊരു മുഖമാണ്. പഴയ ജയറാമിൻ്റെ ലുക്കേ അല്ല. ലുക്കിലും പ്രകടനത്തിലൊക്കെ വളരെ മാറ്റമുണ്ട്. വളരെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ജയറാമാണ്. നല്ല സിനിമയാണ്. മമ്മൂക്ക നല്ല ഇൻട്രോ നന്നായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. ഫാമിലി ഒരു ഗംഭീര പടം. ശരിക്കും പറഞ്ഞാൽ മിഥുൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളിൽ വളരെ വ്യത്യസ്തത പുള്ളി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇത് ശരിക്കും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവും ഒരു വ്യത്യസ്തമായ ഒരു മേക്കിങ്ങും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കംബാക്ക് എന്ന് പറയും, നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞൊരു സിനിമയാണ്. നമ്മളെല്ലാ സസ്പെൻസുകളും പറഞ്ഞ് പൊളിക്കുന്നത് ശരിയല്ല. സിനിമ എന്തായാലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു BGM ആണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും ആ സിനിമ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും. വെരി അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല.
പറയാനില്ല. ജയറാമിന്റെ വലിയൊരു തിരിച്ചുവരവാണ് ഈ മൂവി കൊണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം സ്ക്രിപ്റ്റിംഗ് പറയാനില്ല, ഡയറക്ഷൻ, മേക്കിംഗ് ആൻഡ് എവറിത്തിങ് സൂപ്പർ ആയിരുന്നു. ഓരോ ആർട്ടിസ്റ്റുകളെ എടുത്ത് വെച്ചാൽ ഓരോ പോയിന്റ് ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ആസ് ഐ ആം എൻ ആർട്ടിസ്റ്റ്, ഞാനും ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്കും അത് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ എന്തായാലും റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ മസ്റ്റായിട്ട് വന്ന് കണ്ട് അത് നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ് എല്ലാവരും അടിച്ച് പൊളിക്കുക. എന്തായാലും ജയറാമേട്ടൻ്റെ വലിയൊരു തിരിച്ചു വരുവാണ്. ജയറാമേട്ടൻ നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഐ ആം ഹാപ്പി ഫോർ ദിസ്. ട്വിസ്റ്റ് കാണുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ, ആസ് എ മൂവി വാച്ചർ, എനിക്കുണ്ടായ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കൈയൊക്കെ അടിച്ചു പോയി. ശരിക്കും ഒന്നും പറയാനില്ല. എന്താ പറയണ്ടേ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിന്റെ ബാക്കി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ജയറാമേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണിത്. എന്നുവെച്ചാൽ ഇതിലെ ചെറിയ ചെറിയ രംഗങ്ങൾ ഞാനും ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു വേദിയിൽ നിന്ന് കാണാൻ പറ്റില്ല തന്നെ ഇത്രയും ആൾക്കാരും അതിനായിട്ട് ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവിന് കാത്തിരിക്കായിരുന്നു. ഇത് വലിയൊരു തിരിച്ചുവരവായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്.